പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ 3 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിൽ ഗുരുതരാവസ്ഥയിലായ ഒരാളെ തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രോഗം പടർന്നു പിടിക്കാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ പുനലൂർ നഗരസഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലാ വെക്ടർ കൺട്രോൾ വിഭാഗം നഗരസഭാ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ രോഗം പരത്തുന്ന കൊതുകുകളുടെ സാന്ദ്രത വർദ്ധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാനായി നഗരസഭ അടിയന്തര യോഗം ചേരുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. രോഗവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനായി പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടയിടാനുള്ള സാഹചര്യം ഒഴിവാക്കണം. കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് വലകളോ മറ്റോ ഉപയോഗിക്കണം. പൂർണ്ണമായും ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. വെക്ടർ കൺട്രോൾ വിഭാഗം, നഗരസഭ ആരോഗ്യ വിഭാഗം, ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ യോഗത്തിൽ വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ജലജന്യ രോഗ പകർച്ചവ്യാധി സാധ്യത പരിഗണിച്ച് നഗരസഭാ പ്രദേശത്തെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്തും. മഴ ശക്തിപ്പെട്ട സാഹചര്യത്തിൽ കൊതുകുകളുടെയും രോഗം പടർത്തുന്ന പ്രാണികളുടെയും വ്യാപനം തടയുന്നതിന് ഉറവിട നശീകരണം ഊർജിതമാക്കും. കൊതുക് വളരാനുള്ള സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് റബ്ബർ, കൈത കർഷകർക്ക് കർശന നിർദ്ദേശം നൽകും. സ്വകാര്യ ഭൂമിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കുന്നതിന് സ്ഥലമുടമകൾക്ക് നിർദ്ദേശം നൽകും. നഗരസഭാ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം പരിശോധിക്കുന്നതിന് പ്രത്യേകം സംവിധാനമൊരുക്കും. പൊതുസ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അതേസമയം നഗരസഭ അടിയന്തര യോഗം ചേർന്നെങ്കിലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. ജനസാന്ദ്രതയുള്ള പല വാർഡുകളിലും ഇതുവരെ ശുചീകരണം തുടങ്ങിയിട്ട് പോലുമില്ല. ഇതിനായി 20,000 രൂപ വീതം ഓരോ വാർഡിലും അനുവദിച്ചെങ്കിലും ശുചീകരണം നടന്നിട്ടില്ല. ഫോക്സ് ടിവി ന്യൂസ്, പുനലൂർ.